നിങ്ങൾ PvP വെറും ഒരു നൂബാണോ? എപ്പോ ഫ്രണ്ട്സിന്റെ കൂടെ കളിച്ചാൽ നിങ്ങൾ അടി വാങ്ങിയാണോ തിരിച്ചു വരുന്നത്? ടെൻഷൻ നോട്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് PvP പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 സെർവർ പറഞ്ഞുതരാം. നോട്ട് ചെയ്ത് വെച്ചോ, ഉപകാരപ്പെടും. സോ ഈ ലിസ്റ്റിലെ ഫസ്റ്റ് സെർവർ എന്ന് പറയുന്നത് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് സെർവർ ആണ്. സെർവറിന്റെ പേരാണ് PvP ക്ലബ്. ഓക്കെ, ഞാനിപ്പോ PvP ക്ലബിലാണുള്ളത്. ഇവിടെ കുറെ കാര്യങ്ങളുണ്ട്. അതായത് കിറ്റ് എഡിറ്റർ, കോസ്മെറ്റിക്, സൂമോ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് PvPന്റെ ഐറ്റംസ് വരുന്നതെന്ന് വെച്ചാൽ സോഡ്, പിക്കാക്സ്, മെയ്സ്, പിന്നെ UHC, നെതറൈറ്റ്, OP, നെറ്റ്പോട്ട്, SMP, പിന്നെ ക്രിസ്റ്റൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നുണ്ട്. ഞാനിപ്പോ തൽക്കാലം ക്രിസ്റ്റൽ മാത്രമേ കാണിക്കുന്നുള്ളൂ, കാരണം ഞാൻ അതിൻ്റെ അകത്ത് മാത്രമേ പ്രോ ആയിട്ടുള്ളൂ. നമ്മൾ വെയിറ്റ് ചെയ്യണം, ഏതെങ്കിലും ഒരു പ്ലെയറിനെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ പ്രോസസ് ചെയ്യും. ഓക്കെ, മാച്ച് ഫൗണ്ട്. വിഷ് മി ലക്ക്. ഫസ്റ്റ് ട്രൈ. ഓഹ്, ഒന്നുകൂടെ കളിച്ചോക്കാം. ഞാൻ ഇപ്രാവശ്യം കുറച്ച് സീരിയസ് ആണ്. അത് ശരിയാവില്ല, അത് ശരിയാവില്ല. എന്റെ മൂഡ് പോയി. ഒന്നുകൂടെ കളിക്കാം. ജയിച്ചിട്ട് ഞാൻ പോകുന്നുള്ളൂ ഇവിടുന്ന്. നേരെ അവൻ കിടന്ന് പറന്ന് കളിക്കുന്നു. അപ്പൊ ഞാൻ ആരാണെന്ന് അവൻ മനസ്സിലായിട്ടുണ്ടാവും. അല്ല, ഇതിനകത്ത് പിങ്ങിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. 60-70 സിമ്പിൾ ആയിട്ട് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് 50 MS ഒക്കെ കിട്ടലുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് എക്സ്റ്റേണൽ സോഡി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര കുറച്ച് കിട്ടുന്നത്. ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് 500-600 ഒക്കെ കിട്ടാറുണ്ട്. അതായത് ഇപ്പൊ കണ്ടോ, 200 ഒക്കെ വന്നായിരുന്നു നേരത്തെ. അപ്പൊ നിങ്ങൾ കൂടുതലും ഒപ്റ്റിഫൈനും സോഡിയോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് പിങ് ആയിരിക്കും കിട്ടുക. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റും. സോ നമുക്ക് നെക്സ്റ്റ് സെർവറിലേക്ക് കിടക്കാം. അതാണ് PvP ലെഗസി. ഓക്കെ, ഇപ്പൊ ഇതാണ് സെർവറിന്റെ സ്പോണ്. കുഴപ്പമൊന്നുമില്ല, നല്ല സ്പോണാണ്. നല്ല റിസൾട്ട് എല്ലാം കാണാൻ വേണ്ടി നല്ല ബിൽഡ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇതിന്റെ അകത്ത് ഗെയിം മോഡ് സെലക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഇച്ചിരി പണിയാണ്. ടാസ്ക് പിടിച്ച് പണിയാണ്. കണ്ടോ, ഒരുപാട് ഈ ബോർഡ് കാരണം നമുക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ ആവും. എങ്ങനെയാണ് ഇത് എടുക്കേണ്ടതെന്നൊക്കെ ഒന്നും മനസ്സിലാവില്ല. ഞാനിവിടെ കയറിയപ്പോ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഞാൻ ക്രിസ്റ്റൽ എടുത്തിട്ട് ചിലപ്പോൾ മീസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് ഇച്ചിരി മനസ്സിലാക്കി എടുക്കാൻ ഇച്ചിരി പണിയാണ്. അതിൻ്റെ അകത്തൊരു മൈനസ് പോയിന്റ് ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. ബാക്കി നല്ല സെർവറാണ്, ഇച്ചിരിയും കൂടെ നല്ല PC ഉള്ളവർക്ക്. സോ ഞാൻ ഇതിൻ്റെ അകത്ത് ക്രിസ്റ്റൽ എടുത്ത് കാണിച്ചു തരാം. ക്രിസ്റ്റൽ മാത്രമല്ല, കസ്റ്റം ഡ്യുവല്, പിന്നെ ബോ ഡ്യുവല്, ആക്സ് ഡ്യുവൽസ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ഇതിൻ്റെ അകത്ത് സ്പിയർ ഉണ്ട് ഗൈസ്. നമുക്ക് സ്പിയർ PvP ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു ഓപ്ഷനാണ്. സോ നമുക്ക് ക്രിസ്റ്റൽ സെലക്ട് ചെയ്യാം. അന്നേരം ഞാൻ ഈ ലോബിയിലേക്ക് വരും. നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും സെലക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലായത് ഇതിന് പ്ലേയേഴ്സ് ഇല്ല ഗൈസ്. പ്ലേയേഴ്സ് ഒന്നും ഇതുവരെ ഈ ക്രിസ്റ്റലിന് വേണ്ടിയിട്ട് ഇപ്പോൾ വന്നിട്ടില്ല ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വേറെ വല്ല ഗെയിം മോഡിലും ആയിരിക്കും. അപ്പോൾ നമുക്ക് വേറെ വല്ല ഗെയിം മോഡും ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി ഏതാ ട്രൈ ചെയ്യേണ്ട? UH ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇതാണ് UHന്റെ ലോബി. കുഴപ്പമൊന്നുമില്ല, നല്ല ലോബിയാണെന്ന് വിചാരിക്കുന്നു. ഇവിടെയും പ്ലേയേഴ്സ് ഒന്നും ഇല്ലടേ. എന്ത് പറ്റിയല്ല അവന്മാർക്കും? ഇന്ന് അവന്മാർ കിടന്നുറങ്ങുവാണോ? കണ്ട ഇവിടെ ഒന്നും ഒരു പ്ലേയേഴ്സും ഇല്ല. ഒരുത്തനെ കണ്ടല്ലോ. എന്നോട് ചേരാനാ, ഞാൻ ചേരാം. അല്ലേ അടിച്ചടിച്ചടിച്ചടി ചത്തനെ. എന്റെ പൊന്നോ,
മെല്ലെ പാടാ എന്തിനടിയത്. അയ്യോ അടിച്ചടി അടിച്ചില്ല. ആ വരുന്നു. വരൂല വരൂല ഞാൻ പോരൂല ഞാൻ പോരൂല. എന്നെ നോക്കണ്ട നീ. ഉണ്ട് ചത്ത്. ഓക്കെ ക്രിസ്റ്റൽ കിട്ടിയ അങ്ങനെ അവസാനം ബ്രോ കളി തുടങ്ങാ. എന്റെ മോന് അവസാനം കിട്ടി. ചത്തുന്ന് വിചാരിച്ച പക്ഷെ കിട്ടിപ്പോയി. അവനെ ഓവർ കളിക്കാൻ നിൽക്കുന്ന കേട്ടോ. ഇത് അവനല്ലേ. ഞാൻ വരുമല്ലോ പോടാ. എനിക്കാവൂല ഇനി ഇമ്മനെ കൂട്ടിക്കോ. ഞാൻ വരുന്നില്ല, ഞാൻ പോന്ന്. എനിക്ക് അടുത്ത സെർവർ കാണിക്കാണ്ട്. ഓക്കെ അപ്പൊ അടുത്ത സെർവർ എന്ന് പറയുന്നത് വാർ നെറ്റ്വർക്ക്. ഓക്കെ അപ്പൊ ഇതാണ് സെർവർ. കൊള്ളാം, നല്ല രസമുണ്ട്, ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിനകത്ത് ഗെയിം മോഡൊക്കെ ഒന്ന് നോക്കി നോക്കാം. ലൈഫ് സ്റ്റൈൽ ഉണ്ട്, പ്രാക്ടീസ് ഉണ്ട്, പിന്നെ ക്രിസ്റ്റൽ FFA ഉണ്ട്. നമുക്ക് എന്തായാലും പ്രാക്ടീസ് പോവാം. ഓക്കെ അപ്പൊ ഇതാണ് മെയിൻ ലോബി. അത്ര നിസ്സാരമൊന്നുമല്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവര്. അപ്പൊ അതാണ് ഗെയിം മോഡ്. അല്ല ഗെയിം മോഡല്ല, കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഡിസ്കോഡ് തരുന്നുണ്ട്, എഡിറ്റർ വരുന്നുണ്ട്, പിന്നെ ഗെയിം മോഡ്സ് ഉണ്ട്, FFA ഗെയിം മോഡ്സ് ഉണ്ട്. ഇനി നമുക്ക് ഗെയിം മോഡിലേക്ക് പോവാം. കണ്ടോ എന്റെ സ്കിന്നാണല്ലേ. ഓക്കെ പ്രാവശ്യം ചാവാണ്ടിരുന്നാ മതിയായിരുന്നു. വരുന്നു. ഞാൻ ട്രൈ ചെയ്തില്ല, എനിക്കത് കൊള്ളുന്നില്ലായിരുന്നു. ഒന്നുകൂടെ കളിച്ചേക്കാം, പെട്ടെന്ന് ജയിക്കാൻ പാടില്ലല്ലോ. അടുത്ത മാച്ച് ചത്ത്. അത്രേ ഉള്ളൂ. അത് കൊള്ളട്ടോ. ഈ സെർവ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈസ്, ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് ലെഗസിയിൽ മാത്രം ഇച്ചിരി പ്രശ്നം തോന്നിയുള്ളൂ. കാരണം നിങ്ങൾ കണ്ടല്ലോ മേസി ഞാൻ ചെയ്തോണ്ടിരിക്കുമ്പോ അവിടെ ടൈമിങ്ങിന് ചെറിയ പ്രശ്നം വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ FPS ബൂസ്റ്റോ പിങ്ങിന് എന്തെങ്കിലും ഒന്ന് സെറ്റിംഗ്സ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എക്സ്ട്രാ എന്തെങ്കിലും മോഡൊക്കെ കയറ്റിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ശരിയാന്നൊക്കെ വരും. ഞാനിപ്പോ പെട്ടെന്ന് കയറ്റാനൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്തായാലും ലെഗസി കൊള്ളാം, ലെഗസി നല്ലതാണ്. റേഞ്ചിന്റെ ഒരു പ്രശ്നം ഉണ്ടെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ ഈ സെർവറിന്റെ ഒക്കെ IP വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ഔട്ട് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ശരി, ബൈ.